ഹായ് ഡിയവൻ, എല്ലാവർക്കും ടോസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. സീറ്ററ്റിന്റെ ഇംഗ്ലീഷിന്റെ ലാംഗ്വേജിലെ ഒരു 3 മാസത്തെ സ്റ്റഡി പ്ലാൻ നമുക്ക് നോക്കാം. ഒരു ഓവറോൾ സ്ട്രാറ്റജി പറയുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ഡെയിലി സ്റ്റഡി ടൈമിൽ വീക്ക് ഡേയ്സുകളിൽ യു ക്യാൻ ടേക്ക് 2 to 3 hours ഓഫ് പ്രിപ്പറേഷൻ. വീക്കെൻഡ്സുകളിൽ 4 to 5 വരെ അവേഴ്സുകളാകാം. ആൻഡ് ഡെയിലി ഒരു 1 hour തിയറിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുക. ഒരു 45 minutes നോട്ട്സ് ആൻഡ് റിവിഷൻ പ്രിപ്പറേഷൻസ് അങ്ങനെ മാറ്റി വയ്ക്കുക. ദെൻ 45 minutes കുറച്ച് MCQs വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ദെൻ ലാസ്റ്റ് 20 minutes ബുക്കെല്ലാം അടച്ചു വെച്ചതിന് ശേഷം കണ്ണെല്ലാം അടച്ചിരുന്നതിന് ശേഷം ജസ്റ്റ് ഗെറ്റ് എ ക്വിക്ക് റീക്യാപ്പ്. ഇങ്ങനെ നിങ്ങൾക്കൊരു 3 months ബ്യൂട്ടിഫുള്ളി കൊണ്ടുപോകാൻ പറ്റുവാണെങ്കിൽ ഇറ്റ്സ് വെരി ഈസി ടു ക്രാക്ക് ദ സീറ്റഡ് എക്സാമിനേഷൻ. ഇതിൽ നമ്മൾ ലാംഗ്വേജിന്റെ കേസിൽ പറയുകയാണെങ്കിൽ ദ മന്ത് 1 കൺസെപ്റ്റ് ഒക്കെ ഒന്ന് ബിൽഡ് ചെയ്യാനും അതിൽ വീക്ക് 1 തന്നെ നമുക്ക് ലാംഗ്വേജ് അക്വിസിഷൻ, ലാംഗ്വേജ് ലേണിംഗ് ടോപ്പിക്സ് നോക്കാം. എന്താണ് ലാംഗ്വേജ് അക്വിസിഷൻ, എന്താണ് ലാംഗ്വേജ് ലേണിംഗ് ആൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലാംഗ്വേജ് അക്വിസിഷൻ ആൻഡ് ലാംഗ്വേജ് ലേണിംഗ്. അതുപോലെ നാച്ചുറൽ ലേണിംഗ് മെത്തേഡ്സ് ആയിട്ടുള്ള അങ്ങനത്തെ തിയറീസും ബിഹേവിയറിസം, കൺസ്ട്രക്റ്റിവിസം, പിന്നെ ഫസ്റ്റ് ലാംഗ്വേജ് അക്വിസിഷൻ, സെക്കൻഡ് ലാംഗ്വേജ് അക്വിസിഷൻ ഡിഫറൻസുകൾ. ഇതിന്റെ സ്റ്റഡി ടാസ്കുകളായിട്ട് യു ക്യാൻ പ്രിപ്പയർ കമ്പാരിസൺ ടേബിൾസ്, മേജർ തിയറിസ്റ്റുകളുടെ ഒരു ചാർട്ട്. പിന്നെ വീക്കെൻഡ്സിൽ ഗെറ്റ് എ ക്വിക്ക് സമ്മറി, ഒരു 1 page സമ്മറി നോട്ട്. നിങ്ങൾ ഒരു നോട്ടും ഒരു ടെക്സ്റ്റും ഒന്നും റെഫർ ചെയ്യാണ്ട് ഒരു 1 page സമ്മറി നോട്ട് പ്രിപ്പയർ ചെയ്യുക. അതിന്റെ കൂടെ പ്രാക്ടീസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. വീക്ക് 2 നമുക്ക് കുറച്ചും കൂടെ പ്രിൻസിപ്പിൾസ് ആൻഡ് മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് ഇംഗ്ലീഷ് നോക്കാം. മാക്സിംസ് ഓഫ് ടീച്ചിങ്, സിമ്പിൾ ടു കോംപ്ലെക്സ്, നോൺ ടു അൺനോൺ, കോൺക്രീറ്റ് ടു അബ്സ്ട്രാക്ട് എന്നൊക്കെ പറയുന്ന നമ്മുടെ മാക്സിംസ് ഓഫ് ടീച്ചിങ്ങും ഇൻ ഡിഫറെന്റ് മെത്തേഡ്സ്. ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് എന്താണ്, ഡയറക്റ്റ് മെത്തേഡ് എന്താണ്, ഓഡിയോ ലിംഗ്വൽ മെത്തേഡ്, ബൈലിംഗ്വൽ മെത്തേഡ്, ദെൻ കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് ടീച്ചിങ് മെത്തേഡ്സുകൾ. പിന്നെ ഫോക്കസ് ചെയ്യേണ്ടത് ഓരോ മെത്തേഡ്സിന്റെ അഡ്വാൻറ്റേജസ്, അതിന്റെ ഡിസഡ്വാൻറ്റേജസ്, ലിമിറ്റേഷൻസ്. പിന്നെ പ്രാക്ടീസ് ചെയ്യാൻ ഇവിടെയും ഡെഫിനറ്റ്ലി യു ക്യാൻ പ്രിപ്പയർ കമ്പാരിസൺ ചാർട്ട്സ്. ദെൻ വീക്ക് 3 എന്ന് പറയുന്നത് LSRW സ്കിൽസ്, ലിസണിങ്, സ്പീക്കിംഗ്, റീഡിംഗ്, റൈറ്റിംഗ് സ്കിൽസ് കൊടുക്കുക. അതിൽ ലിസണിങ് സ്കില്ലിനെ കുറിച്ചും സ്പീക്കിംഗ് സ്കില്ലിനെ കുറിച്ചും റീഡിംഗ് സ്കില്ലിനെ കുറിച്ചും റൈറ്റിംഗ് സ്കില്ലിനെ കുറിച്ചും അറിയാം. ഓരോന്നിനും വേണ്ട ടെക്നിക്സ്, ഇപ്പൊ റീഡിംഗ് ആണെങ്കിൽ യു ക്യാൻ യൂസ് സ്കിമ്മിങ്, സ്കാനിങ് മെത്തേഡ്സ് യൂസ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് സ്പീക്കിങ്ങിന് വേണ്ട കുറെ മെത്തേഡ്സുകളുണ്ട്, റീഡിംഗ് ആണെങ്കിലുണ്ട്. അപ്പൊ അങ്ങനത്തെ മെത്തേഡ്സ് എല്ലാം ഒന്ന് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് LSRWനെ കുറിച്ച് ഒരു ക്ലിയർ പിക്ചർ ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. വീക്ക് 4 ഗ്രാമർ ആൻഡ് ലാംഗ്വേജ് യൂസ്. ഇവിടെ നിങ്ങൾക്ക് നല്ല ഗ്രാമാറ്റിക്കൽ നോളജ് ഉള്ള ഒരാളാണെങ്കിൽ പ്രിപ്പോസിഷൻസ് അങ്ങനത്തെ കാര്യങ്ങൾ നോക്കണ്ട. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഗ്രാമറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. പിന്നെ ഇതൊരു പെഡഗോജി ആസ്പെക്റ്റിൽ വരുമ്പോൾ എങ്ങനെയാണ് ലാംഗ്വേജ്, റോൾ ഓഫ് ഗ്രാമർ ഇൻ കമ്മ്യൂണിക്കേഷൻ, എന്താണ് ഫങ്ഷണൽ ഗ്രാമർ, പിന്നെ അതിന്റെ ഇറർ കറക്ഷൻസ്, ആ മെത്തേഡ്സുകൾ, അങ്ങനെയൊക്കെ നോക്കാം നിങ്ങൾക്ക്. അപ്പൊ നമുക്ക് ഏകദേശം ഒരു 1 month കംപ്ലീറ്റ് ആയിട്ടോ. സെക്കൻഡ് മന്ത് ആവുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു അപ്ലിക്കേഷൻ ലെവൽ ടൈപ്പ് ഓഫ് കാര്യങ്ങളിലേക്ക് പോകാം. അതായത് ക്ലാസ് റൂം ആപ്ലിക്കേഷൻ പെഡഗോജി. ഇവിടെയൊക്കെ കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസ് കിട്ടുന്നത്, ഇഫ് നിങ്ങളുടെ ക്ലാസ്സിൽ ഇങ്ങനെ ഒരു കുട്ടി ഉണ്ടെങ്കിൽ ഹൗ വിൽ യു മാനേജ് ദി സിറ്റുവേഷൻ, എങ്ങനെ ഒരു ഡൈവേഴ്സ് ക്ലാസ് റൂമിന്റെ. അപ്പോൾ നിങ്ങൾ അറിയേണ്ടത് എന്താണ് ഒരു ഡൈവേഴ്സ് ക്ലാസ് റൂമിന്റെ അറ്റ്മോസ്ഫിയർ, അവിടെ ടീച്ചർ എങ്ങനെ വേണം ബിഹേവ് ചെയ്യാനായിട്ട്, മിക്സഡ് എബിലിറ്റി ഉള്ള ലേണേഴ്സ് ആണെങ്കിൽ എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റും, ഓഡിയോ വിഷ്വൽ എബിലിറ്റി ഉള്ള ഓഡിറ്ററി ലേണേഴ്സ് നമുക്ക് എങ്ങനെ ടാക്കിൾ ചെയ്യാൻ പറ്റും, പിന്നെ കുട്ടികളെ കാണുന്ന ഡിഫറെന്റ് ഡിഫിക്കൽട്ടീസ് ഉണ്ട്, ലേണിംഗ് ഡിഫിക്കൽട്ടീസ് ഉണ്ട്, അത് നമുക്ക് എന്തൊക്കെയാണെന്ന് അറിയണം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നോക്കുക. ആൻഡ് വീക്ക് 6 എന്ന് പറയുമ്പോൾ ടീച്ചിങ് ലേണിംഗ് മെറ്റീരിയൽസിനെ കുറിച്ച്, ഓഡിയോ വിഷ്വൽ മെത്തേഡ്സിനെ കുറിച്ച്, അതിനെക്കുറിച്ച് കൃത്യം ഇതുണ്ടാവും. കാരണം നമുക്ക് ഇതൊക്കെ കൂടുതലായിട്ടും ഈ ഏരിയസിൽ നിന്ന് നല്ല ഫോക്കസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരിക. അപ്പോൾ ഓരോ മെറ്റീരിയലിന്റെ ഇമ്പോർട്ടൻസ്, അത് നമുക്ക് ആ മെറ്റീരിയൽ ക്ലാസ്സിൽ ഉപയോഗിക്കുമ്പോൾ നമുക്ക് എങ്ങനെ അത് യൂസ്ഫുൾ ആയിട്ട് ഇതാക്കുന്നു, പിന്നെ അത് കണക്ട് ചെയ്യണം നമ്മുടെ ക്ലാസ്സിലെ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് എബിലിറ്റി ഉള്ള കുട്ടികൾക്ക് നമുക്ക് എങ്ങനെ ഈ ഡിഫറെന്റ് മെറ്റീരിയൽസ് നമുക്ക് അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമെന്നും അത് അവർക്ക് എങ്ങനെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യുമെന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം. ദെൻ റെമഡിയൽ ടീച്ചിങ്. റെമഡിയൽ ടീച്ചിങ് പഠിക്കണം, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് പഠിക്കണം, റെമഡിയൽ, പിന്നെ ഈ പറഞ്ഞതുപോലെ അച്ചീവ്മെന്റ് ടെസ്റ്റുകൾ പഠിക്കണം, ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് മെത്തേഡ്സ്, ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഇവാലുവേഷൻ ടെക്നിക്സുകൾ പഠിക്കണം. ഫോർമേറ്റീവ് അസസ്മെന്റ് ഉണ്ട്, സമ്മേറ്റീവ് ഉണ്ട്, കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഉണ്ട്. ഈ ഓരോന്നും എന്താണെന്ന് അറിയണം. പിന്നെ പോർട്ട്ഫോളിയോ അസസ്മെന്റ്, സെൽഫ് അസസ്മെന്റുകൾ, എന്താണ് എങ്ങനെയാണ് ഒരു സെൽഫ് അസസ്മെന്റ് ഒരു കുട്ടീനെ ഹെൽപ്പ് ചെയ്യുക, എങ്ങനെയാണ് ടീച്ചർക്ക് സെൽഫ് അസസ്മെന്റ് കൊണ്ടൊരു ഹെൽപ്പ് കിട്ടുക,
പിന്നെ പിയർ ലേണിങ്ങിന്റെ ഗുണകരങ്ങൾ ആയിട്ടുള്ള വശങ്ങൾ, സ്കെഫോൾഡിങ്ങിന്റെ ഇമ്പോർട്ടൻസ്, എങ്ങനെ നമുക്കൊരു ക്ലാസ്സിലെ കുട്ടികൾക്ക് നമുക്ക് ഈ ഏരിയസ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യാനും അവർക്ക് റെമഡിയൽ വർക്ക് കൊടുക്കാൻ പറ്റും. അങ്ങനത്തെ കാര്യങ്ങളാണ് ഈ ഒരു വീക്കിൽ നമ്മൾ നോക്കേണ്ടത്, സെക്കൻഡ് മന്തിൽ കേട്ടോ. ആൻഡ് നമുക്കൊരു സെക്കൻഡ് മന്ത് ഒക്കെ കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ഓൾമോസ്റ്റ് കുറേ ധാരണ ഉണ്ടാവും. സോ മന്ത് 3ന്റെ ബിഗിനിങ്ങിൽ വീക്ക് 9 ഒരു ഫസ്റ്റ് ഫുൾ റിവിഷൻ വേണ്ടി പ്ലാൻ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഡെയിലി പ്ലാൻസ് ഒരു ഡെയിലി പ്ലാനാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ ആൻഡ് സൺഡേ. മൺഡേയിൽ ഗോ ഫോർ ദ അക്വിസിഷൻ ആൻഡ് ലേണിംഗ്, ട്യൂസ്ഡേ ഗോ ഫോർ ദ ടീച്ചിങ് മെത്തേഡ്സ്, വെനസ്ഡേ ലിസണിങ്, സ്പീക്കിംഗ്, റീഡിംഗ്, റൈറ്റിംഗ് നമ്മുടെ LSW സ്കിൽസ്, Thursday grammar areas, Friday classroom challenges and Saturday teaching learning methods, remedial teaching, and Sunday assessment എടുക്കുക. ഒരു മോക്ക് ടെസ്റ്റ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് നോക്കുക. മോക്ക് ടെസ്റ്റ് ഒന്നും എടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അല്ലേ. നമുക്ക് ChatGPT പോലത്തെ പ്ലാറ്റ്ഫോംസിൽ, നമുക്ക് AI പ്ലാറ്റ്ഫോംസിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്ത് കിട്ടാൻ പറഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ കിട്ടും. അപ്പൊ അതനുസരിച്ച് നിങ്ങൾക്ക് അത് പ്രാക്ടീസ് ചെയ്യാനും സാധിക്കും. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിപ്പോ നിങ്ങൾ കാണുന്ന സമയം ചിലപ്പോൾ 3 മാസമുള്ള സമയം ആയിരിക്കത്തില്ല. അപ്പൊ നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു പ്ലാൻ അനുസരിച്ച് ഇത് ഷോർട്ടൻ ചെയ്യാനും നിങ്ങൾ പഠിക്കുന്ന സമയം ഒന്ന് കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊന്ന് എത്ര സമയം കൊണ്ട് നിങ്ങൾക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. 3 months വേണം നിർബന്ധമില്ല. പിന്നെ ഇനി നമ്മൾ ഫുൾ പഠിച്ചു കഴിഞ്ഞത് കാരണം നമ്മൾ ഇനി റിവിഷൻസിലേക്ക് പോവുകയാണ്. വീക്ക് 10 ഒക്കെ ആകുമ്പോഴത്തേക്കും കുറച്ച് അഡ്വാൻസ്ഡ് പ്രാക്ടീസ് ഫോക്കസ് ചെയ്യുക. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുക്കുക, പെഡഗോജി റിലേറ്റഡ് ഉള്ള കേസ് സ്റ്റഡീസ് എടുക്കുക. അതായത് നമ്മൾ പല ക്വസ്റ്റ്യൻ പേപ്പറുകളിലും PSC പോലത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകളിലും നമുക്കൊക്കെ ഈ പെഡഗോജി ആസ്പെക്റ്റിൽ ഹൗ വിൽ യു ടീച്ച്, അല്ലെങ്കിൽ നിങ്ങൾ ഹൗ വിൽ യു മാനേജ് ദ ക്ലാസ് റൂം എന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതെടുത്തിട്ട് വർക്ക്ഔട്ട് ചെയ്യുക. വീക്ക് 11 മോക്ക് ടെസ്റ്റുകൾ കൊണ്ടുപോകുക. ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റ്. നിങ്ങൾക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, എല്ലാ ഏരിയയും കവർ ചെയ്തിട്ടുണ്ടോ, നിങ്ങൾക്ക് എല്ലാ ഏരിയയെ കുറിച്ച് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഇതുണ്ടോ. ഒരു നോട്ട്ബുക്ക് ഒക്കെ വെച്ചിട്ട് ആ നോട്ട്ബുക്കിലൊക്കെ നിങ്ങൾ ഓക്കെ ഇന്ന ഏരിയ എനിക്ക് പറ്റിയില്ല, അല്ലെങ്കിൽ എനിക്ക് ഈ പറഞ്ഞ പോലെ എല്ലാ ടീച്ചിങ് ലേണിംഗ് മെത്തേഡ്സിനെ കുറിച്ചും കൃത്യമായ ഒരു പ്രോപ്പർ ധാരണ എനിക്കില്ല. അപ്പൊ അങ്ങനത്തെ മിസ്റ്റേക്സ് ഒക്കെ ഒന്ന് നോട്ട് ഡൗൺ ചെയ്തിട്ട് അത് റെക്ടിഫൈ ചെയ്യാനായിട്ട് വർക്ക് ചെയ്യാം. പിന്നെ ലാസ്റ്റ് വീക്ക് 12 ഗോ ഫോർ എ ഫൈനൽ റിവിഷൻ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിവിഷൻ നോട്ട്സ് ഒക്കെ എടുത്ത് വായിക്കുക. ഇമ്പോർട്ടൻറ്റ് തിയറീസ് ഒക്കെ വീണ്ടും ഒന്ന് പൊടിതട്ടി നോക്കുക. മെത്തേഡ്സും അപ്രോച്ചുകളും നോക്കുക. അസസ്മെന്റ് ടെക്നിക്സിനെ കുറിച്ച് നോക്കുക. ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യങ്ങളുടെ ഒരു ആപ്ലിക്കേഷൻ ലെവൽ MCQs നോക്കുക. അപ്പോൾ ഇത്രയൊക്കെ നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഏറ്റവും ഭംഗിയായിട്ട് നിങ്ങളുടെ CTETന്റെ ഒരു പ്രിപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ കം ടു അസ്. ടൂസ് അക്കാഡമിയിൽ നമ്മളെ എക്സ്പീരിയൻസ്ഡ് ടീച്ചേഴ്സ് നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള പ്ലാനിങ്ങിൽ പ്രോപ്പർ ആയിട്ടുള്ള നോട്ട്സും മോക്ക് ടെസ്റ്റുകളും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഒക്കെ തന്ന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് കാറ്റഗറി 1, 2 എല്ലാ കോച്ചിങ്ങും നമുക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ സെപ്റ്റംബറിലേക്കുള്ള ബാച്ചസ് ഇപ്പോൾ ഓപ്പൺ ആണ്. ഓൺലൈൻ ബാച്ചസ് ആണ്. ടൂസ് അക്കാഡമിയുടെ ഒഫീഷ്യൽ ലേണിംഗ് ആപ്പിലൂടെ നമ്മൾ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാനായിട്ട് മറക്കരുത്. താങ്ക് യു സോ മച്ച്.